അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഭൂമി ഏറ്റെടുക്കാൻ വിചിത്ര ഉത്തരവിറക്കി താലൂക്ക് ലാൻഡ് ബോർഡ്. കണ്ടെത്താൻ കഴിയുമെന്ന് പോലും പ്രതീക്ഷയില്ലാത്ത മുൻഉടമകളായ ബ്രിട്ടീഷുകാർക്കെതിരെ കേസെടുക്കണമെന്നാണ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നത്. അതേസമയം കോടികൾ പ്രതിഫലം കൈപ്പറ്റി ഭൂമി വിൽപ്പന നടത്തിയ മാർക്കസിനെതിരെ ഒരു നടപടിയും ഉത്തരവിലില്ല. ഹൈക്കോടതി നിർദ്ദേശങ്ങളെപ്പോലും പരിഗണിക്കാതെയാണ് ഉത്തരവിറക്കിയതെന്നും വിമർശനമുണ്ട്. കോടികൾ വിലമതിക്കുന്ന 218 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവാണ് താലൂക്ക് ലാൻഡ് ബോർഡ് ഒരു മാസം മുൻപ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ 1964-ൽ ബ്രിട്ടീഷുകാരിൽ നിന്നും രണ്ടത്തറ എസ്റ്റേറ്റ് അധികൃതർ കറപ്പത്തോട്ടം സ്വന്തമാക്കുമ്പോൾ നിലവിലെ അളവിലും കൂടുതൽ ഭൂമിയുണ്ടായിരുന്നു. ബോർഡിന്റെ ഉത്തരവ് നടപ്പിലായാൽ പ്രദേശവാസികളടക്കം നടപടി നേരിടേണ്ടി വരും. രണ്ടത്തറ എസ്റ്റേറ്റ് അധികൃതർക്ക് ഭൂമി നൽകാൻ ഒപ്പിട്ട് നൽകിയവരെന്ന പേരിലാണ് ബ്രിട്ടീഷ് വംശജരായ മാർജറി ഗ്രേസ്, ഒഹലോറൻ എന്നിവരുടെ പേരിൽ കേസെടുക്കാൻ ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഭൂപരിഷ്കരണ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കണമെന്ന് ലാൻഡ് ബോർഡ് ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും ഭൂമി വിൽപ്പനയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളായ മാർക്കസിനെതിരെ ഒരു നടപടിയും ശുപാർശയിലില്ല. ഇതിൻ്റെ മുഴുവൻ ചെയർമാൻ എന്ന് പറയുന്ന ജബ്ബാർ ഹാജിയുടെ പേരിൽ 7 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ജബ്ബാർ ഹാജി ഭാര്യയുടെയും മക്കളെയും പേരിൽ എഴുതി അവരുടെ പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ഉൾപ്പെടെയുള്ള 3 കമ്പനികൾ ഞങ്ങളും ഇതിൽ കക്ഷിയാണെന്ന് പറഞ്ഞ് കക്ഷി ചേരുന്നത്. അങ്ങനെ 7 പേരുടെ പേരിലാണ് ഇപ്പോൾ കേസ് നടക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 70-ന് 64-ന് ശേഷം ആരാണോ ആദ്യം വിൽപ്പന നടത്തിയത് അവരാണ് ഇനി പ്രതികൾ. അവർക്ക് അവരുടെ പേരിൽ നോട്ടീസ് അയക്കും. കൈപ്പറ്റിയില്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് ഗവൺമെന്റിനെ ഏറ്റെടുക്കാം. പവർ ഓഫ് അറ്റോർണിയുടെ പിൻബലത്തിൽ മാർക്കസിന് കോടികൾ നൽകിയാണ് മെഡിക്കൽ കോളേജ് ഉടമയായ അബ്ദുൾ ജബ്ബാർ ഹാജി ഭൂമി സ്വന്തമാക്കിയതെന്ന് രേഖകളിലുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും താലൂക്ക് ലാൻഡ് ബോർഡ് പരിഗണിച്ചിട്ടില്ല. മാർക്കസിന്റെ കൈവശമുള്ള മിച്ച ഭൂമിയുടെ കണക്ക് എടുക്കണമെന്ന 2024 ഓഗസ്റ്റ് 24-ലെ ഹൈക്കോടതി നിർദ്ദേശവും ലാൻഡ് ബോർഡ് അധികൃതർ പരിഗണിച്ചിട്ടില്ല. ഭൂമി ഏറ്റെടുക്കണമെന്ന ശുപാർശ സ്റ്റേറ്റ് ലാൻഡ് ബോർഡിനും ഹൈക്കോടതിയെയും അറിയിച്ച കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡ് നിയമവിരുദ്ധമായി നടന്ന ഭൂമി കൈമാറ്റത്തിലെ യഥാർത്ഥ ഗുണഭോക്താക്കളെ അതിസമർത്ഥമായി ഒഴിവാക്കിയെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഹൈക്കോടതി നിർദ്ദേശങ്ങളെ അടക്കം താലൂക്ക് ലാൻഡ് ബോർഡ് അട്ടിമറിച്ചെന്ന വിമർശനവും ശക്തമാണ്. മീഡിയ 1 കണ്ണൂർ. ടി നന്ദഗോപാൽ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. പോലൊരു വിചിത്രമായ ഉത്തരവാണ്. കണ്ടുകിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ലാത്ത ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നടപടിക്കുള്ള ഒരു ഉത്തരവ് ഇറക്കുന്നു. അപ്പം തന്നെ ഈ മർക്കസിനെതിരെ എന്ത് നടപടി എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ വിമർശന വിധേയമാവുകയാണ് ഈ ഉത്തരവ്. വലിയ വിവാദങ്ങൾ കൂടെ ഇതിന് പിന്നാലെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മാട്ടൂൽ സ്വദേശിയായ ജബ്ബാർ ഹാജി പ്രസ്റ്റീജ് എഡ്യൂക്കേഷന്റെ പേരിലാണ് 300 ഏക്കർ ഭൂമി വാങ്ങിയത്. 2006-ൽ ഈ ഭൂമി തോട്ടം ഭൂമി എന്ന നിലയിൽ നിന്നും മാറ്റി ഗാർഡൻ എന്ന നിലയിലേക്ക് ആക്കുകയും പിന്നീടാണ് ഇവിടെ ഏറ്റവും വലിയ കറുപ്പത്തോട്ടത്തിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിൽ ഇപ്പോൾ ലാൻഡ് ബോർഡ് എടുത്ത നടപടിയിൽ വിചിത്രമായ വാദങ്ങളാണ് ഉള്ളത്. കണ്ടുകിട്ടുമെന്ന് പോലും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ബ്രിട്ടീഷ് വംശജർക്കെതിരെ കേസെടുക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഈ ലാൻഡ് ബോർഡ് ഉത്തരവിൽ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഈ മർക്കസിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്നതാണ് എന്നുള്ള ഒരു വിമർശനമാണ് നിലവിൽ ഇപ്പോൾ ഉയരുന്നത്. പവർ ഓഫ് അറ്റോർണിയുടെ ഒരു പിൻബലത്തിൽ മർക്കസിന് കോടികൾ നൽകിയാണ് ഈ ഉടമയായ അബ്ദുൾ ജബ്ബാർ ഹാജി ഭൂമി സ്വന്തമാക്കിയത് എന്ന കൃത്യമായ രേഖകളുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും താലൂക്ക് ബോർഡ് ഇതുവരെയും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ നടപടിയിൽ ഏറ്റവും വലിയ വിമർശനമായി വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കണക്കെടുക്കണം, ഈ മിച്ചഭൂമിയുടെ കണക്കെടുക്കണമെന്ന ആവശ്യവും പരിഗണിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ ഭൂമി കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ളൊരാവശ്യവും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളൊരാവശ്യവും ഉയരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലാൻഡ് ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതിയും ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ ഗുണഭോക്താക്കളെ പുറത്താക്കിക്കൊണ്ട് ഇതിന് പിന്നിലുള്ള മറ്റുള്ളവരെ ഇതിന് പിന്നിൽ നിയമ നടപടിക്ക് വിധേയരാക്കുന്നു എന്നുള്ള ഒരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉയരുന്നത്. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.